നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. ഗുരുവര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചാനൽ കൂടി നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്ഷേത്ര പുരാണങ്ങളെക്കുറിച്ചും അത്യാവശ്യം ജ്യോതിഷം, വാസ്തുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്നൊരു വാസ്തുപരമായിട്ട് ഉള്ള ഒരു സംശയമാണ്, ഒരുപാട് പേരുടെ സംശയമാണ് പഞ്ചശിര സ്ഥാപനം. ഇത് പലരും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് എന്തിനാണിത് ചെയ്യുന്നത്, എപ്പോഴാണിത് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുക. വാസ്തുപരമായിട്ടുള്ളൊരു സംശയമാണ് പഞ്ചശിര സ്ഥാപനം. ഇതെന്തിന്, എപ്പോൾ, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വാസ്തുപരമായിട്ടുള്ള സംശയമാണിത്. അപ്പോൾ വാസ്തു എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ സന്തോഷത്തോടും സമാധാനത്തോടും അതുപോലെ ധാന്യ സമൃദ്ധിയോടും താമസിക്കണം. ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ നശിക്കരുത്. അവിടെ നിന്ന് നമുക്ക് ഐശ്വര്യമുണ്ടാകണം, ഭാഗ്യങ്ങൾ കിട്ടണം, ഉയർച്ച ഉണ്ടാകണം, കുട്ടികൾ നന്നായി പഠിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ പുറമേ നിന്നുള്ള ഊർജം അത് കൃത്യമായി നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ഭൂമിയിൽ നിന്നും വരുന്ന ഭൗമോർജവും അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന സൗരോർജവും ഒക്കെ നമ്മുടെ വീടിനുള്ളിലേക്ക് സുഗമമായി കടന്നു വരണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ജനൽ, വാതിൽ ഒക്കെ വയ്ക്കുന്നത്. അതിന് ചില മാറ്റങ്ങൾ വരുമ്പോൾ, അതായത് കിഴക്ക് നിന്നും വരുന്ന സൂര്യപ്രകാശവും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും വരുന്ന ഭൗമോർജമൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് അത് കറങ്ങി വീട്ടിനുള്ളിലേക്ക് വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ ജനലും വാതിലൊക്കെ വെച്ചും വീടിനുള്ളിലേക്ക് സുഗമമായി വെട്ടവും വെളിച്ചവും കടന്നു വരുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു ഊർജ്ജം കിട്ടും. ജോലിക്ക് പോകാനും നല്ല തലച്ചോറൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വാസ്തു ചെയ്യുന്നത്. അപ്പോൾ ഈ വാസ്തു കണ്ടുപിടിച്ച നമ്മുടെ ഋഷീശ്വരന്മാർ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടി വെച്ചാലും, എത്ര കൃത്യമായിട്ട് വെച്ചാലും അതിനൊരു ഒരു കുറവ് സംഭവിക്കും. ഈ വാസ്തു 100% ഒരിക്കലും ആർക്കും പൂർണ്ണമായി ചെയ്യാൻ സാധിക്കില്ല. അതൊരു പരമമായ സത്യമാണ്. ഞാൻ മിക്ക വീട്ടിലെ വാസ്തു നോക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ചെറിയ ചെറിയ കുഴപ്പങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാകും. അത് നമ്മുടെ വാസ്തു കണ്ടുപിടിച്ച നമ്മുടെ മഹർഷിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു വാസ്തു പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് 100% കൃത്യമാക്കിക്കൊണ്ട് ആർക്കും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത്യാവശ്യം വേണ്ടുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില വാസ്തുദോഷങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതായത് വീടിൻ്റെ 4 മൂല, നമ്മുടെ വീട്ടിൻ്റെ പ്രധാന കിടപ്പുമുറിയുടെ സ്ഥാനം, അടുക്കളയുടെ സ്ഥാനം, സെപ്റ്റി ടാങ്ക്, അതുപോലെ തന്നെ കിണറിൻ്റെ സ്ഥാനം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരമപ്രധാനമായി ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, 100% നമുക്ക് വാസ്തു പരിഹാരത്തോടു കൂടി അല്ലെങ്കിൽ വാസ്തുദോഷമില്ലാതെ നമുക്ക് ഒരു വീട് പണിയാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ വീടിനും ചെറിയ വാസ്തുദോഷങ്ങളുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ തന്നെ വാസ്തുദോഷം വന്നു പോയാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് പൂർണ്ണമായും ഇത് പണിയുന്ന എത്ര വിദഗ്ധനായാലും എങ്ങനെ പണിഞ്ഞാലും ഇതിങ്ങനൊരു ദോഷം വരും എന്നുള്ളത് കൊണ്ട് ആ ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചശിര സ്ഥാപനം നമ്മൾ നടത്തുന്നത്. പഞ്ചശിര സ്ഥാപനം എന്ന് പറഞ്ഞാൽ 5 മൃഗങ്ങളുടെ ശിരസ്സാണ്. അതായത് എങ്ങനെ നമ്മൾ വീട് പണി ചെയ്താലും എത്ര ശ്രദ്ധയോടുകൂടി ചെയ്താലും 100% പൂർണ്ണതയോടുകൂടി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു ചെറിയ ദോഷം എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിന് മർമ്മപീഡ എന്നാണ് പറയുന്നത്. ഈ ദോഷത്തിന് മർമ്മപീഡ എന്ന് പറയും. ഈ മർമ്മപീഡ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്കൊരു വീട് പണിയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ മർമ്മപീഡ വന്നാൽ അത് പിന്നീട് നമുക്ക് ഭാവിയിൽ ദോഷമായി വരുമെന്നുള്ളത് കൊണ്ടാണ് ആ മർമ്മപീഡ എന്ന് പറയുന്ന ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 5 മൃഗങ്ങളുടെ ശിരസ് നമ്മൾ ഒരു ബോക്സിനകത്താക്കിയിട്ട്, അതാണ് പഞ്ചശിര എന്ന് പറഞ്ഞാൽ, അത് സ്ഥാപിക്കുന്നതിനാണ് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുന്നതിനാണ് അതിൻ്റെ പഞ്ചശിര സ്ഥാപനം എന്ന് പറയുന്നത്. ആന, പോത്ത്, സിംഹം, പന്നി, ആമ, ഇങ്ങനെ 5 മൃഗങ്ങളുടെ ശിരസ് മാത്രം ചെറുതായിട്ടാണ്, ഒരു ചെറിയ പെട്ടിയാണത്. ഈ പെട്ടിക്കകത്ത് വെള്ളിയിലോ സ്വർണ്ണത്തിലോ ഉണ്ടാക്കി അത് വെക്കുന്നതിനൊക്കെ സ്ഥാനമുണ്ട്. ഈ 5 എവിടെയെങ്കിലും വെച്ചാൽ പോരാ, അതിന് ഓരോ ദിക്കിൽ വെക്കണ്ട. ഈ ബോക്സിനകത്ത് തന്നെ അത് വെക്കുന്നതിന് രീതിയാണ്. അത് വെച്ച് പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ കുഴിച്ചു വയ്ക്കുന്നത്. അത് മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് പൂമുഖപ്പടി നമ്മൾ വയ്ക്കുമല്ലോ, വാതിൽ വയ്ക്കുന്നത്, അതൊരു കർമ്മമായിട്ട് ഒരു ചടങ്ങായിട്ട് ചെയ്യാറുണ്ട്. അത് ചെയ്യുമ്പോൾ വാതിലിൻ്റെ അടിയിലാണ് ഇത് സ്ഥാപിച്ച് വയ്ക്കുന്നത്.
അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ മർമ്മപീഡ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ വാസ്തുദോഷത്തിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട ദോഷങ്ങളല്ലാതെ നമ്മൾ പോലും അറിയാതെ വരുന്ന ഈ മർമ്മപീഡ എന്ന് പറയുന്നൊരു ദോഷം, അതറിയാതെ വന്നിരിക്കും, സംശയമൊന്നുമല്ല. പക്ഷെ അതുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ദോഷമായി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചശിരസ്, അതായത് 5 മൃഗങ്ങളുടെ ശിരസ് വെള്ളിയിലോ അല്ലെങ്കിൽ പഞ്ചലോകത്തിലോ സ്വർണത്തിലോ ഒക്കെ ചെയ്ത് ഒരു ചെറിയ ബോക്സിനകത്താക്കി നമ്മൾ ഈ പൂമുഖ വാതിൽ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ അപ്പോഴ് തന്നെ പൂജ ചെയ്ത് അത് വെക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് വെക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് എപ്പോഴാണ് നടത്തേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ പൂമുഖവാതിൽ വെക്കുമ്പോൾ അതിൻ്റെ അടിയിലാണിത്, അപ്പോഴാണിത് വെക്കേണ്ടത്. പിന്നെ അതിന് ശേഷം ഇതൊക്കെ ദോഷമായി വന്നതിന് ശേഷം പിന്നെ കുത്തിപ്പൊളിച്ചൊക്കെ വെക്കാറുണ്ട്. അത് എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അനുഭവങ്ങൾ കൊണ്ടൊന്നും വലിയ ഗുണങ്ങളൊന്നും ഉള്ളതായി കാണുന്നില്ല. അപ്പം മർമ്മപീഡ എന്ന് പറഞ്ഞാൽ ഈ ദോഷം വന്നിരിക്കും, അതിന് സംശയമൊന്നുമില്ല. അപ്പം തുടക്കം തന്നെ നമ്മൾ ഈ പൂമുഖവാതിൽ നമ്മൾ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇതേ കണക്കുള്ള ഈ പഞ്ചശിരസ്, 5 മൃഗങ്ങളുടെ പഞ്ചശിരസ് ഉണ്ടാക്കി അവിടെ സ്ഥാപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് മനസ്സിലായി, എപ്പോഴാണ് ഇത് നമ്മൾ സ്ഥാപിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഇതിനുള്ളൊരു മറുപടി. പഞ്ചശിരസ് എന്ന് പറഞ്ഞാൽ വാസ്തുദോഷം, അതായത് നമ്മൾ പോലും അറിയാതെ വരുന്ന വാസ്തുദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നു കരുതി ഈ പഞ്ചശിരസ് വെച്ചതിന് ശേഷം ആസ്ഥാനത്ത് കിണറെടുക്കുക, അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് എടുക്കുക, അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ സ്ഥാനം മാറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് പണി കിട്ടും. ഞാനത് പറഞ്ഞല്ലോ, ഒന്നുകൂടി നിങ്ങൾ ഈ വീഡിയോ കേട്ടോളൂ. ആദ്യം മുതൽ വിശദമായി തന്നെ എന്തിനാണ് പഞ്ചശിരസ് വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പുതിയതായി വീട് വയ്ക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. പിന്നെ ആദ്യം നമ്മളിത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും, ഇത് കണ്ടുപിടിച്ചതിന് ശേഷം പലരും അത് ശക്തമായിട്ടുള്ള പൂജയൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ വെക്കുന്നുണ്ട്. ഒരു പരിധിവരെ അത് നമുക്ക് ഗുണകരമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ പഞ്ചശിരസ് നമ്മൾ ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ അറിയാതെ വരുന്ന പല വാസ്തുദോഷങ്ങളെയും പരിഹരിക്കുന്നതിന് ഇത് ഉപകരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ശത്രുദോഷങ്ങളോ സർപ്പദോഷങ്ങളോ പ്രേതബാധ ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് അങ്ങനെയുള്ളതൊക്കെ അവിടെ നേരിട്ട് വന്നാൽ മാത്രമേ അതിന് പൂർണ്ണമായും കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതേത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ കണ്ടുപിടിച്ച് പൂർണ്ണമായും ഞാൻ പരിഹരിച്ച് തരികയും ചെയ്യാം. അതിന് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് അറിയാനുള്ള സംവിധാനമുണ്ട്. അതങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ തിരുവനന്തപുരം വരെ വരേണ്ടി വരും. തിരുവനന്തപുരത്താണ് ഞാനുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.